അയ്യപ്പൻകോവിൽ ചപ്പാത്ത് സിമന്റ് പാലം പച്ചക്കാട് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരം. റോഡിലെ ടാറിംഗ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി വരാൻ മടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചപ്പാത്ത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. റോഡിന്റെ ടാറിംഗ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ഞാനിപ്പോൾ ഒരു യാത്രക്കാരനാണ്. സ്ഥിരം ഈ റോഡിലൂടെ യാത്ര ചെയ്തതാണ്. വളരെ മോശമായ രീതിയിലാണ് സിമൻറ്റ് പാലം മുതൽ, അതായത് പച്ചക്കാടിൻ്റെ അങ്ങ് അറ്റം വരെ ഈ റോഡ് കിടക്കുന്നത്. ഇതിൻ്റെ തുച്ഛമായ കുറച്ച് ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ സൈഡ് വഴി കടന്നു പോകുന്നൊരു വഴിയും കൂടി ആണെന്നുള്ള കാര്യം എപ്പോഴും ഒരു ഓർമ്മയിൽ വേണം. പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണ്ട് 15 വർഷമായി ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം ഇന്നേ വരെ ഇതിനൊരു പണിയും ചെയ്തിട്ടില്ല. കൂടാതെ ഈ റോഡിന്റെ ഇടഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്യുകയും മറ്റു ഭാഗത്തോട് അധികൃതർ അവഗണന കാണിക്കുന്നതായും ആരോപണമുണ്ട്. പലപ്പോഴും ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി കടന്നുവരാൻ മടിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. നമ്മുടെ ഈ പച്ചക്കാട് റോഡ്, അതായത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് വഴി പോകുന്ന ഹെവൻ വാലി വരെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പൈപ്പ് ലൈൻ ഇടാനായിട്ട് കുത്തിപ്പറിച്ചെടുത്തിട്ട് പൈപ്പ് ലൈൻ ഇട്ട് മൂടിയെടുത്ത് വണ്ടി താഴുന്നു. ഇതുപോലത്തെ ഓട്ടോറിക്ഷകൾ ഞങ്ങളെപ്പോലുള്ളവരാണ് കഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ സ്പ്രിംഗ് ഒക്കെ ഒടിഞ്ഞു പോകുമ്പോഴത്തേ മാസത്തിൽ 1800 രൂപ വെച്ച് മുടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു വണ്ടി ഓട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുതലാകുന്ന രീതിയിലുള്ള, ഈ റോഡിൻ്റെ അവസ്ഥ കൊണ്ട് മുതലാകുന്ന രീതിയിലുള്ള കൂലി പോലും കിട്ടുന്നില്ല. ആ കൂലി ഞങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് യാത്രക്കാർ ഞങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുക. ഞങ്ങൾ ഒത്തിരി ഓട്ടോക്കാർ ഈ ചപ്പാത്തിലുള്ളതാണ്. സ്ഥിരമായിട്ട് ഞങ്ങളിതിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ റോഡിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരുടെയും അവസ്ഥ ബുദ്ധിമുട്ടാണ്. ഒരു പ്രസവ കേസുമായിട്ട് ഒരു വണ്ടി പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇഴഞ്ഞേ പോകാൻ പറ്റൂ. പച്ചക്കാടിന്റെ വിവിധ മേഖലകളിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നത്. പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ഓരോ ദിവസവും ഏറെ ദുഷ്കരമായി മാറുകയാണ്. അതേസമയം 30 ലക്ഷം രൂപയുടെ റീടാറിംഗ് ഉടൻ തന്നെ നടത്താനാവുമെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. നമ്മുടെ ചപ്പാത്ത് സിമന്റ് പാലം മരുതമ്പേട്ട PMGSY റോഡ് വളരെ നാളുകളായി പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും PMGSY എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അതോറിറ്റിയിലുള്ള റോഡാണ്. പക്ഷെ നമുക്കതിന് കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് വയ്ക്കാൻ സാധിച്ചില്ല. എന്നാൽ 24-25 സാമ്പത്തിക വർഷത്തിൽ 30 ലക്ഷം രൂപ നമ്മൾ ടാറിങ്ങിനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ DPC അംഗീകാരം ലഭിച്ച് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ ടാറിങ് പണികൾ പൂർത്തീകരിക്കാവുന്നതാണ്. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ.